ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ബിലാസ്പൂർ NIA കോടതി ഇന്ന് വിധി പറയും. ജാമ്യം കിട്ടിയാൽ ഇന്ന് തന്നെ കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ കോടതിയിൽ എതിർത്തിരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ ദുർഗിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ് ചന്ദ്രൻ, നമ്മൾ ദുർഗിൽ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രോസിക്യൂഷൻ ഈ ജാമ്യത്തെ എതിർത്തിരുന്നു. തീർച്ചയായും പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തിരുന്നു. പക്ഷേ അവർക്ക് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നൊരു നിലപാടെടുത്തു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംശയം ആളുകൾക്ക് തോന്നാനുള്ള കാരണം. പക്ഷേ കേസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തത്. അതേസമയം കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നൊരു നിലപാട് കൂടി അവർ എടുത്തു എന്നതാണ് അങ്ങനെ ഒരു സംശയത്തിന് കാരണമായി മാറിയത്. ഏതായാലും നമുക്കറിയാം, 2 ദിവസം മുമ്പാണ് മാലേഗാവ് സ്ഫോടന കേസിൽ കോടതിയുടെ മറ്റൊരു NIA കോടതിയുടെ, മുംബൈയിലെ കോടതിയുടെ സുപ്രധാനമായ വിധി വന്നത്. അത് ഞാൻ പരാമർശിക്കാൻ കാരണം അതിൽ കോടതി നടത്തിയ ശ്രദ്ധേയമായൊരു നിരീക്ഷണമുണ്ട്. ഏതെങ്കിലും ഒരു ഊഹാമോഹത്തിന്റെ പേരിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊതുബോധത്തിന്റെ പേരിലോ ഒന്നും തന്നെ ആരെയും ശിക്ഷിക്കാൻ വേണ്ടി കഴിയില്ല. തെളിവുകളാണ് വേണ്ടത് എന്നതാണ് കോടതി ഈ പ്രതികളെ വെറുതെ വിട്ടുകൊണ്ട് ആ കേസിൽ പറഞ്ഞത്. അതേ വാദം തന്നെ ഈ കേസിലും യഥാർത്ഥത്തിൽ വാദിക്കാൻ വേണ്ടി കഴിയുന്നതാണ്. കാരണം ഇന്നേ ദിവസം വരെ കോടതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ്, ഈ ആരോപണങ്ങൾക്കപ്പുറത്തേക്ക് ഒരു തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിലാണ് കേസ് ഒരു പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുകയും ചെയ്തത്. കേസ് ഡയറി കോടതി ഇന്നലെ പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിറാജുദ്ദീൻ ഖുറേഷി NIAയുടെ ജഡ്ജിയാണ് ഈ കേസിൽ ഇന്നിപ്പോൾ വിധി പറയാൻ വേണ്ടി പോകുന്നത്. ഒരുപക്ഷെ 11 മണിക്ക് ശേഷം ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കും, വിധി പറയാൻ വേണ്ടി പരിഗണിക്കും എന്നതാണ് മനസ്സിലാക്കുന്നത്.